ഒന്നും സംഭവിക്കാൻ പാടില്ല. ഫിനാലെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇനി എന്തെന്നാ ചേട്ടാ എന്ത് തോന്നുന്ന ഒരു ഹാപ്പി മൊമെന്റ്? ഇനി എന്താണ് ഉള്ളത്? ഓ ബൈ ഇതുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈ സീസണിലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ രണ്ടുപേരാണ്. അതെ അതെ, എന്തിനും ചിരിക്കുന്ന ചേട്ടൻ തന്നിൽ പറഞ്ഞാലും ചിരിച്ചിരിക്കുക. അപ്പാനി പറഞ്ഞെന്നറിയോ? അപ്പാനിന്റെ മനസ്സിലെ കപ്പെടുത്തിരിക്കുന്ന അക്ബറാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ഓക്കേടാ, താങ്ക് യു. ബൈ ബൈ. ആ കുഴപ്പമില്ല. ചേട്ടാ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്, അനുമോള് വിന്നർ ആയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? അനുമോള് വിന്നറാവണ ലൈക്ക് ഡിസർവിങ് ആണ്. ഞാൻ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് ഐ തിങ്ക് ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. എല്ലാവരും ഡിസർവിങ് ആയിരുന്നു, ടോപ്പ് 5 ആൾക്കാർ. അപ്പോൾ അതിൽ ആര് കപ്പടിച്ചാലും അവർ ഫസ്റ്റ് ദിവസം തൊട്ട് ഒരു നല്ലൊരു മികച്ച മത്സരാർത്ഥികളായിരുന്നു. അപ്പോൾ അനുമോളുടെ വിജയത്തിൽ വളരെയധികം സന്തോഷം. ഒരുപാട് പൈസ കിട്ടി കാരണം ഇനിയിപ്പോൾ കടം ചോദിക്കാൻ കൂടുതൽ ഒരാളും കൂടിയാണ്. ഇപ്പം അതുകൊണ്ട് നല്ലൊരു എന്താണ് അതിൻ്റെ പേര്, നമുക്ക് നല്ല അടുത്തൊരു എന്താണ് സിസ്റ്ററിന്റെ ബന്ധമുള്ള അനുമോൾ തന്നെ ജയിച്ചതിൽ സന്തോഷമുണ്ട്. റീ എൻട്രികൾ കയറിയിട്ട് ഇത്ര അധികം ദിവസം നിന്നൊരു സീസൺ വേറെ ഇല്ല. അതായത് അത്രമാത്രം കണ്ടന്റ് ആയിരുന്നു. കുറെ കട്ട് ചെയ്ത് കളഞ്ഞു, എന്നിട്ടും പറ്റാത്ത അവസ്ഥയായി പോയി എപ്പിസോഡിൽ. നമ്മൾ റീ എൻട്രിക്ക് ചേർന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ റീ എൻട്രിക്ക് പോയത്. കാരണം നമ്മൾ ഇനിയിപ്പോൾ കപ്പടിക്കാനൊന്നും പോകാറില്ലല്ലോ. നമ്മളവിടെ പോയിട്ട് നമ്മളുടെ ഫ്രണ്ട്സ് അവരുടെ ലക്ഷ്യത്തേക്ക് പോകാൻ വേണ്ടി എത്രത്തോളം സഹായിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ അവര് ഡൗൺ ആണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരൊന്ന് ബൂസ്റ്റ് ആയില്ല, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരെയും ബൂസ്റ്റ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. റീ എൻട്രികൾ മനഃപൂർവ്വം ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിച്ച പോലെ തോന്നുന്നുണ്ടോ? ഞാൻ കയറിയതിന് ശേഷം അങ്ങനെ ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്തുള്ള കളി നമ്മൾ തന്നെ നിർത്തി. അപ്പൊ അതിന് മുന്നേ കയറിയ ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവര് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്തില്ലായിരിക്കും. ചിലപ്പോൾ അവര് വേറെ വിഷയങ്ങളൊന്നും എന്താണ് ഇല്ലാത്ത കാരണം അങ്ങനെ ഒരു രീതിയിലായിപ്പോയതായിരിക്കും. അല്ല മനഃപൂർവ്വം ചെയ്തതായിട്ട് മനഃപൂർവ്വം ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഓരോരുത്തരുടെ കളി രീതി ഉണ്ടല്ലോ. ചിലവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ കളിയും അവരുടെ ചിന്തയൊക്കെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മളങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അവരങ്ങനെ ചിന്തിക്കുന്ന കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, അവരുടെ സ്ട്രാറ്റജി അതായിരിക്കും, നമുക്കറിയില്ല. ഈ പാട്ട ഗേൾസിനെ കുറിച്ച് ഇപ്പോഴത്തെ അഭിപ്രായം എന്താ? ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തോന്നിയ പാട്ട ഗേൾസ് റിയൽ ലൈഫിൽ ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കും. അല്ല, അവിടെ ഇണങ്ങുന്നു പിരിയുന്നു എന്നൊരു ഇതായിരുന്നല്ലോ. ഇല്ല, നമ്മൾ റീയൂണിറ്റ് ചെയ്തു. ഞാൻ വന്നിട്ട് ശ്രമിച്ചത് അതാണ്. കാരണം നമുക്ക് ഞാൻ മാക്സിമം ശ്രമിച്ചത് അവരെ റീയൂണിറ്റ് ചെയ്യാനാണ്. കാരണം അതാണ് നമുക്ക് അവരെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് നിലനിന്ന് പോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ ടോപ്പ് 5 എല്ലാരും ഡിസർവിംഗ് ആയിരുന്നോ? എവരിബഡി വാസ് ഡിസർവിംഗ്. പ്രെഡിക്റ്റബിൾ ആയിരുന്നു ടോപ്പ് 5 പ്രെഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കളി അനുസരിച്ചാണ്. ഇപ്പൊ നമ്മളൊക്കെ ഓരോ സമയത്ത് പുറത്ത് അങ്ങനെ ഓരോ പാർട്ടിസിപ്പൻസ് പോകുമ്പോൾ, ഓരോ കണ്ടസ്റ്റൻസ് പോകുമ്പോൾ മറ്റേ കണ്ടസ്റ്റൻസ് ഒബിയസ്ലി മുകളിലേക്ക് കയറി വരും. അത് തന്നെ അപ്പൊ കപ്പ് PR കൊണ്ടായിരിക്കില്ലേ ഇപ്പോഴും കമന്റ് ചെയ്യുന്നവരോട് എന്താ പറയുന്നത്? എന്തോ അനുമോളുടെ കപ്പ് PR കമന്റ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാൻ, എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം ഉണ്ട്. പക്ഷെ നമ്മള് ഒരുപക്ഷെ എന്താ പറയാ, എല്ലാം അങ്ങനെ അടച്ചു വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എന്താണ് ഒരു രീതിയിൽ തന്നെ ഒരു ടണൽ വിഷനിലൂടെ നാരോ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാരും കളിച്ചിട്ടൊക്കെ തന്നെയാണ് ജയിക്കുന്നത്. PR ഓഫ് കോഴ്സ് ഹെൽപ്സ്. പുറത്ത് PR ഇല്ലെങ്കിൽ നമ്മളെ പറ്റി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യണ പോലെ തോന്നും. നമ്മൾ സ്വയം സംസാരിക്കണം. കാരണം ആരെങ്കിലും സംസാരിക്കണ്ടേ? നമ്മളൊക്കെ PR വെച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ അച്ചീവ്മെന്റ്സിനെ പറ്റിയൊക്കെ ആരെങ്കിലും സംസാരിക്കണം. അകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മറ്റേ ടിഷ്യൂ പേപ്പറിന്റെ ഇഷ്യൂ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് കണ്ടില്ല, അതിനെപ്പറ്റി എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, അവിടെ നടന്നൊരു ഇഷ്യൂ ആണല്ലോ. അതിനെപ്പറ്റി ചർച്ചയും സംസാരം ഉണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പറിന്റെ ഇഷ്യൂസ് എനിക്ക് കറക്റ്റായിട്ട് 50,000 രൂപ കൊടുത്ത് വോട്ട് മറിക്കുക, അക്ബറിനെ കരിവാരിത്തേക്ക്, അങ്ങനെയൊക്കെ എനിക്കറിയില്ല ഡീറ്റെയിൽസ്. ഈ ശൈത്യയുടെ അവസ്ഥ ഇപ്പൊ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ആൾ നേരിടുന്നുണ്ടല്ലോ. ഗെയിം തീർന്നു, ആരെയും സൈബർ ബുള്ളി ചെയ്യാണ്ടിരിക്കുക, ഒരു കണ്ടസ്റ്റന്റ് മറ്റു കണ്ടസ്റ്റന്റിന്റെ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നമ്മളെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത്. പ്ലീസ്, ഗെയിം തീർന്നു. കാരണം എല്ലാവർക്കും അവരവരുടെ ലൈഫ് ഉണ്ട്, അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകണം. ഈ സൈബർ അറ്റാക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരാളെ അങ്ങനെ കോർണർ ചെയ്യരുത്. ഈ സീസൺ എങ്ങനെ മൊത്തത്തിൽ വിലയിരുത്തുന്ന? ഈ സീസൺ ഏറ്റവും മികച്ച സീസണായിരുന്നു. സെവൻത് സീസൺ പണിപ്പുര എന്ന് പറഞ്ഞാൽ അത് അത്രയും ടഫ് ആയിരുന്ന ഒരു സീസണാണ്. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. കണ്ടസ്റ്റൻസ്
കണ്ടസ്റ്റൻസ് എങ്ങനെയായിരുന്നോ? സെലക്ഷൻ ചിലവര് നേരത്തെ പോയി, ചിലവര് കുറെ നാള് നിന്നു. അപ്പൊ അവരവരുടെ ക്വാളിറ്റി അനുസരിച്ച് സെലക്ഷൻ അത് അവര് ചെയ്യുന്നല്ലേ, നമുക്കറിയില്ലല്ലോ ബ്രോ. അല്ല ഇത് അവരോട് വളരെയധികം സന്തോഷം, എന്താ നന്ദിയുണ്ട്, എനിക്ക് കടപ്പാടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിനും എന്റെ മോൾ ഷൈനും ഏഷ്യനും ബിഗ് ബോസിനോടും നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.